ബാറ്റിംഗിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിലും കളി തുടങ്ങിയതും അവസാനിപ്പിച്ചതും നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ഇന്നലെ ബാറ്റ് ചെയ്ത സമയത്ത് 20 ഓവേഴ്സ് ഫുള്ള് ബാറ്റ് ചെയ്ത് ലാസ്റ്റ് ബോൾ വരെ ഫേസ് ചെയ്ത് ലാസ്റ്റ് ബോളിൽ 4 അടിച്ചാണ് ആള് സെഞ്ചുറി കണ്ടെത്തിയതും. അത് കഴിഞ്ഞ് ഫീൽഡിംഗ് സമയത്താണെങ്കിലും ഫസ്റ്റത്തെ ക്യാച്ച് എടുത്തതും ഫൈനൽ ക്യാച്ച് എടുത്തതും സഞ്ജു സാംസൺ തന്നെയാണ്. ശരിക്കും ഇന്നലത്തെ മറ്റേ രീതിയിൽ നോക്കുന്ന സമയത്ത് ബാറ്റിംഗിൽ സഞ്ജു സാംസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്ത് ശരിക്കും ബൗളിംഗിൽ അഖിൽ ഹുസൈൻ ആണ്. പക്ഷേ മറ്റേ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സഞ്ജു സാംസന്റെ ഷോ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇന്നലെ പ്ലേ ഓഫ് ദ മാച്ച് സഞ്ജു സാംസൺ തന്നെ കൊടുത്തത്. കാരണം ഏകദേശം 39 ഓവർ ആള് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് 20 ഓവർ ബാറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് 19 ഓവർ ഫീൽഡിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രസന്റേഷൻ സമയത്താണെങ്കിൽ ഓൾമോസ്റ്റ് എന്താ പറയാ, അത്രയും നേരം ആള് ഫുള്ളി ഗ്രൗണ്ടിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞാടായിരുന്നു. കംപ്ലീറ്റ് ഇന്നലെ സഞ്ജു സാംസന്റെ പേരിനെയാണ് കേട്ടുകൊണ്ടിരുന്നത് മാച്ച് കാണുന്ന സമയത്ത്. അത് മാത്രമല്ല, ഇന്നലത്തെ മാച്ചിൽ 103 റൺസിന്റെ ബിഗ് വിൻ ആണ് CSK നേടിയത്. കാരണം ഇന്നലത്തെ മാച്ച് പറഞ്ഞാൽ ഓൾറെഡി ഭയങ്കര എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള മാച്ചാണ്. കാരണം CSK വേഴ്സസ് MI മൈറ്റി ക്ലാഷ് അല്ലെങ്കിൽ അങ്ങനെ റൈവലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു പ്രൊമോഷൻ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ക്യൂരിയസ്. കാരണം രണ്ട് ടീമിലും അത്രയും നല്ല പ്ലേയേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 5 കപ്പുള്ള ചാമ്പ്യന്മാരാണ് രണ്ടുപേരും. അപ്പൊ ആ ഒരു മാച്ചിന് ഭയങ്കര രസമായിരിക്കില്ലേ. പക്ഷെ അങ്ങനെയുള്ള ഭയങ്കരമുള്ള ഒരു കത്തിച്ചൂട് പടലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഒരു ഓവർട്ടനും തിലകും തമ്മിൽ ചെറിയൊരു ഹീറ്റഡ് സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ മാറുകയും ചെയ്തു. പക്ഷെ എന്നാലും നല്ല രസമായ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്തിട്ടുള്ളൊരു മാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ തിലകവർമ്മ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പൊക്കുന്നതും, അതുപോലെ അഭിഷേക് ശർമ്മയുടെ ആ ഒരു ഇങ്ങനെയുള്ള ഒരു ആക്ഷനും, പിന്നെ സഞ്ജു സാംസൺ നമുക്കറിയാലോ എപ്പോഴും ഇങ്ങനെ ഒരു കാണിക്കാറുണ്ട്. അപ്പൊ ഇന്നലെ ആ ഒരു രീതിയിലല്ല, ഇന്നലെ കുറച്ചുകൂടി പ്രത്യേകിച്ച് മൈൻഡിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞ് ആ ഒരു രണ്ട് കയ്യിൽ ഇങ്ങനെ ഒരു കയ്യിൽ ഹെൽമെറ്റ് ഒരു കയ്യിൽ ബാറ്റും പിടിച്ചിട്ട് ആ ഒരു നിൽക്കുന്ന ഒരു ചിരി ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് സ്ലോ മോഷനിലേക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നൂർ അഹമ്മദിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ വിക്കറ്റ് കിട്ടിയതിന് ശേഷം ഇങ്ങനെ കാണിക്കുന്ന ഒരു സീൻ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഖിൽ ഹുസൈൻ്റെ അതായിരുന്നു ഇന്നലത്തെ ഏറ്റവും സിഗ്നേച്ചർ സാധനം. കാരണം 4 പ്രാവശ്യം ആൾ അത് കാണിച്ചു. അതിൽ ഒരു പ്രാവശ്യം മാത്രം എനിക്കൊന്നും കാണിച്ചില്ല. തിലക് വർമ്മ ഔട്ടായ സമയത്ത് ആൾ എന്തായാലും ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി 3 വിക്കറ്റ് എടുത്ത സമയത്തും ഒരു സാധനം ഉണ്ടായിരുന്നു, ഇങ്ങനെ കാണിക്കുന്ന സാധനം. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഇങ്ങനെ വെച്ചിട്ട് ഒരു സാധനം ഒരു നമ്മളെ ഒരു എന്താ പറയുക, റെസ്ലിംഗിലൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയ. റെസ്ലിംഗിൽ ഒരാളെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലത്തി അടിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു ഷോ എഫക്ട് ഉണ്ടാവില്ല, ആ ഒരു സാധനം നല്ല രസത്തിൽ നല്ല നല്ല പ്രസന്റേഷൻ ആയിരുന്നു കാണുമ്പോൾ. അത് ഭയങ്കര ആള് ചെയ്യുമ്പോൾ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഫേസിൽ, നല്ല രസമായിരുന്നു. സഞ്ജു സാംസൺ ഇന്നലെ 101 റൺസാണ് എടുത്തത്. 54 ബോളിൽ 10 4ഉം 6 6ഉം. വെട്ടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ബൗളിംഗിൽ അഖിൽ ഹുസൈൻ 4 ഓവറിൽ 17 റൺ വിട്ടുകൊടുത്തിട്ട് 4 വിക്കറ്റ്. എക്കണോമി ആണെങ്കിലോ അല്ലെങ്കിൽ വിക്കറ്റ് എടുക്കുന്നതിലാണെങ്കിലോ ആള് പുലിയാണ്, പുപ്പുലിയാണ്. ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു ഇന്നലത്തെ, കറക്റ്റ് ഇമ്പാക്ട് പ്ലെയർ, അങ്ങനെ പെർഫെക്റ്റ് ഇമ്പാക്ട് പ്ലെയർ, അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു അഖിൽ ഹുസൈൻ. ശരിക്കും എനിക്ക് തോന്നിയേക്കണേ ഇത്തവണ CSKയിൽ നല്ല പ്ലെയേഴ്സിന്റെ ലിസ്റ്റിൽ വരുന്ന കുറച്ച് പ്ലെയേഴ്സ് ആണ് ഇവരൊക്കെ. ഇപ്പൊ സഞ്ജു സാംസൺ ആണെങ്കിലോ അല്ലെങ്കിൽ അൻഷുൽ കംബോജ് ആണെങ്കിലോ ജെമി ഓട്ടൻ ആണെങ്കിലോ അഖിൽ ഹുസൈൻ ആണെങ്കിലോ ഇവർക്കൊക്കെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലേ അവരെങ്ങനെയെങ്കിലും കളിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റിംഗ് ആണെങ്കിൽ ഡിവാഡ് ബ്രേവിസ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ സർഫറാസ് ഖാൻ ഉണ്ട്. അവരൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടല്ലോ. നമ്മുടെ ജെമി ഓട്ടൻ ആണെങ്കിൽ ഓൾറൗണ്ടർ ആണ്, രണ്ട് രീതിയിലും കിടിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്ന ആള്. അപ്പം ഇവര് ഉള്ള ഒരു ടീം ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഇവരെ ആരെങ്കിലും ഒരാളെ മിസ് ചെയ്യുന്ന സമയത്തടക്കം മാച്ചിൽ ഒരു ഇമ്പാക്ട് കുറവ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇന്നലെ ശരിക്കും നമുക്ക് ആയുഷ് മാത്രം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് ഓൾറെഡി ഇല്ല. പക്ഷെ എന്നാലും ഖലീൽ അഹമ്മദിന്റെ ഒരു വിടവ് ശരിക്കും നമുക്ക് മുകേഷ് ചൗധരി അത്യാവശ്യം ചെയ്തു തരുന്നുണ്ട്. ഗുർജപ്നീത് സിംഗിനെ കൊണ്ടുവന്നത് കൊണ്ടും ആ ഒരു വിടവ് ഇങ്ങനെ ചെറുതായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ബാറ്റിങ്ങിലാണെങ്കിലും ഇന്നലെ കാർത്തിക് ശർമ്മ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ അഖിൽ ഹുസൈന് ബാറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇന്നലെ സമയം കിട്ടിയില്ല, പക്ഷെ കളിക്കുന്നു തോന്നുന്നുണ്ട് ആളുടെ കരിയർ റെക്കോർഡൊക്കെ നോക്കുന്ന സമയത്ത്. അപ്പോൾ ബിഗ് വിൻ എന്ന് പറയാം, അത്രയും ബിഗ് വിൻ ആയിരുന്നു ഇന്നത്തെ മാച്ച്. അതും വാങ്ഡേ സ്റ്റേഡിയത്തിൽ മുംബൈയുടെ കോട്ടയിൽ പോയിട്ട് മുംബൈനെ, അതും ചെറിയ രീതിയിലല്ല, വലിയൊരു റൺസിന്റെ ഗ്യാപ്പിൽ തോൽപ്പിക്കാൻ പറയുന്നത് ചെറിയ കാര്യമല്ല. അത് അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്, അവരുടെ ക്രൗഡാണ്, അവരുടെ ചിയറിംഗ് ആണ്. പക്ഷേ അവിടെ CSKയുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചിയറിംഗ് തന്നെ ഇന്നലെ കാണാൻ വേണ്ടി പറ്റി. സഞ്ജു സാംസന്റെ ആണെങ്കിൽ 2ാമത്തെ സെഞ്ചുറിയാണ് IPL, 1ാമത്തെ അല്ല 2ാമത്തെ സെഞ്ചുറി. ശരിക്കും കഴിഞ്ഞ മാച്ചിൽ 50 കൂടി അടിച്ചേനെ, 48 ഔട്ടായ മാച്ച് ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ ഒരു 50 മേലെ പോയേനെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സഞ്ജു ഫോം ആവുന്ന മാച്ചസ് ചെന്നൈ എങ്ങനെയെങ്കിലും ജയിക്കുന്നുണ്ട്, അത് വേറൊരു കാര്യമാണ്. നല്ല രീതിയിലുള്ള സ്കോർ പോകുന്നുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി CSKക്ക്. പിന്നെ ഇന്നലത്തെ പിച്ചിനെ കുറിച്ചിട്ട് മാച്ച് കഴിഞ്ഞ സമയത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ടഫാണ്. അത് പൊതുവേ വാങ്ഡേ സ്റ്റേഡിയം ഉള്ള പോലെ അല്ല ഇന്നലെ ഉണ്ടായിരുന്നതാണ്. കാരണം അത് നമ്മളെ ചെന്നൈയുടെ ബാറ്റിംഗിൽ കാണാനുണ്ട്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ശരിക്കും ഇന്നലെ ചെന്നൈയാണ്, ടോസ് കിട്ടിയില്ല. സ്റ്റിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. ഋതുരാജ് ഗൈക്കോടും സഞ്ജുവും കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ അടിച്ചു തുടങ്ങിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഗൈക്കോട് പോയി 22-ൽ. അത് കഴിഞ്ഞ് നമ്മുടെ സർഫറാസ് ഖാൻ വന്നു. സർഫറാസ് ഖാനും അധികം നേരം നിൽക്കാൻ പറ്റില്ല, കുറച്ചടിച്ചു പോയി. അങ്ങനെ ഓരോരുത്തർ വരുന്നു, ഒരു കോൺട്രിബ്യൂഷൻ തരുന്നു, പോകുന്നു. പക്ഷെ അവരാരും ബോൾ അധികം വേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു റൺ റേറ്റ്
കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സഞ്ജു സാംസൺ ഇപ്പുറത്ത് നിന്ന് വെറുതെ ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കുക മാത്രമല്ല ആവശ്യത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ഓവറിൽ എങ്ങനെയെങ്കിലും ഒരു 4 or 6 അടിച്ചിരിക്കും. അങ്ങനെ ഒരു രീതിയിൽ സഞ്ജു ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നത്. അതുകൊണ്ടാണ് 54 ബോളിൽ 101 റൺസ്, ഏകദേശം 187 സ്ട്രൈക്ക് റേറ്റിൽ ആ ഒരു കളി, അതായത് ടീമിന്റെ വിക്കറ്റ് കളയാതെ ആ ഒരു സെഞ്ചുറി അടിച്ചതിനാണ് ഇന്നലത്തെ കൈയടി സഞ്ജു സാംസണ് കൊടുക്കേണ്ടത്. കാരണം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിക്കറ്റ് തുരുതുര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പോകുന്ന സമയത്ത് ഒരിക്കലും ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാന് മറ്റേ പോലെ അടിക്കാൻ പറ്റില്ല. അതായത് വച്ചടിക്കാൻ പറയില്ലേ, ആ ഒരു രീതിയിൽ അടിക്കാൻ പറ്റില്ല. സ്റ്റിൽ ആള് ആ ഒരു സ്ട്രൈക്ക് റേറ്റ് അധികം കുറയാതെ തന്നെ ആ ഒരു മാച്ച് കളിച്ചത് പൊളിയായിരുന്നു. ആൻഡ് അവസാനത്തെ ആ ഒരു ഓവറിൽ സെഞ്ചുറി അടിച്ചപ്പോഴും, അവസാനത്തെ ഓവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ 2 6 ഒരു 4 അടിച്ചപ്പോഴും ആ ഒരു ടോട്ടൽ 200 മേലെ പോയത് തന്നെ ശരിക്കും അവിടെ തന്നെയാണ് ചെന്നൈയുടെ പ്ലസ് വന്നത്. ആൻഡ് നമ്മുടെ ബാറ്റിംഗിൽ നോക്കുന്ന സമയത്താണെങ്കിലും അവസാനത്തോട്ട് ജെമി ഓട്ടൻ വന്ന് അടിച്ചതും നല്ലൊരു അടിയായിരുന്നു. കാരണം ആ ഒരു അടിയിലാണ് കുറച്ചും കൂടി സ്കോർ അങ്ങോട്ട് കയറിയത്. പക്ഷെ നമ്മുടെ ശിവൻ ഡൂബയ്ക്ക് അധികം അടിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്ത് ശിവൻ ഡൂബിനെ എടുക്കുന്നു, പക്ഷെ ഇന്നലെ കിട്ടിയില്ല. ആൻഡ് ശിവൻ ഡൂബിയുടെ ബാറ്റിംഗ് ഓർഡറും അവിടെ ശരിയായില്ല എനിക്ക് തോന്നി കേട്ടോ. കുറച്ചൊന്ന് അങ്ങോട്ട് ഇറക്കായിരുന്നു തോന്നി. ചിലപ്പോൾ പറയാൻ പറ്റില്ല, സ്പിന്നേഴ്സാണ് അവിടെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പം ശിവൻ ഡൂബിനെ ഇറക്കി ഒന്ന് ആർച്ചാമയാണല്ലോ, പ്രത്യേകിച്ച് സ്പിന്നിനൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ 6 ഒക്കെ അടിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും ഇറക്കിയത്. പക്ഷെ അത് ഇന്നലെ പറ്റിയില്ല. ടോട്ടലി നോക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ബാറ്റിൽ 207 നല്ല ഒരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ ആക്കിയിട്ടാണ് ശരിക്കും ഇന്നലെ CSK മുംബൈക്ക് ബാറ്റിംഗ് കൊടുത്തത്. മുംബൈയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ കൃഷ് ഭഗത്തും ഹർദിക് പാണ്ഡ്യയും ഒഴിച്ച് ബാക്കി എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അവർക്കും അത്യാവശ്യം അടിയൊക്കെ കിട്ടിയിരുന്നത്. ഈവൻ ബുംറയ്ക്കാണെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ അശ്വിനി കുമാറിനെ നമ്മുടെ ജെമി ഓട്ടൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലാസ്റ്റ് ഓവറിൽ. ഈവൻ നമ്മുടെ സാൻഡറിനാണെങ്കിലും അത്യാവശ്യം 1-2, പ്രത്യേകിച്ച് കാർത്തിക് ശർമ്മ 2 6 അടിച്ച സാൻഡറിന് ബോളിലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ റൺസ് ഇവരൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ പിടിച്ച് തന്നെയാണ് എക്കണോമിയിൽ ബോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃഷ് ഭഗത്തിനാണെങ്കിലും ഹർദിക് പാണ്ഡ്യക്കാണെങ്കിലും വിക്കറ്റ് ഒന്നും കിട്ടാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടി കിട്ടിയിട്ടുണ്ട്. ചേസ് ചെയ്യുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഋതുരാജിന്റെ ആ ഒരു തീരുമാനം, അതായത് നമ്മുടെ അഖിൽ ഹുസൈനെ ഫസ്റ്റ് ബോൾ ചെയ്യിപ്പിച്ച തന്നെ കറക്റ്റ് ഒരു തീരുമാനമായിരുന്നു. കാരണം ആ സമയത്ത് ആ ഒരു വിക്കറ്റ്, ഫസ്റ്റത്തെ ഒരു വിക്കറ്റ് പോയപ്പോൾ തന്നെ അവിടെ ഒരു നമ്മൾ പറയില്ലേ ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ CSK പറ്റി. അത് കഴിഞ്ഞ് അടുപ്പിച്ച് 2 വിക്കറ്റ് കൂടി പോയപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 അങ്ങനെ എന്തോ ഒരു സ്കോറിൽ ശരിക്കും ഫുള്ളി താഴെ പോയി എന്ന് പറയാം. ആ ഒരു രീതിയിൽ പോയെടുക്കുന്നത് പിന്നീട് ഒന്ന് ചെറുതായിട്ടൊന്ന് കരകയറ്റി കൊണ്ടുവന്ന ആൾക്കാരായിരുന്നു നമ്മുടെ തിലക് വർമ്മയും അതുപോലെ സൂര്യകുമാർ യാദവും. അവർ രണ്ടുപേരും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അടിയൊന്നും അടിച്ചില്ല. അവർ കുറച്ച് മെല്ലെ മെല്ലെ കളിച്ച് സ്കോർ ഒന്ന് മെല്ലെ ഒരു 30+ രണ്ടുപേരും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അധികം, പക്ഷെ അവർ ഭയങ്കര സ്ട്രൈക്ക് റേറ്റിലൊന്നല്ല, ഒന്ന് കുഴപ്പമില്ലാണ്ട് അടിച്ചു പോയിട്ട് പിന്നീട് സ്കോർ കയറ്റാൻ നോക്കിയപ്പോഴാണ് ഇവരൊക്കെ ഔട്ടായി തുടങ്ങിയത്. അങ്ങനെ എല്ലാവരും ഏകദേശം 104 റൺസിന് കംപ്ലീറ്റ്ലി ഓൾ ഔട്ട്. അവിടെ ഫുള്ളി ക്രെഡിറ്റ് ഗോസ് ടു നമ്മുടെ ചെന്നൈ ബൗളേഴ്സ് ആണ്. കാരണം എല്ലാവരും ഒരുവിധം പിടിച്ച് തന്നെയാണ് ബോൾ ചെയ്തത്. അധികം സ്കോർ ഒന്നും കൊടുക്കാണ്ട് എക്കണോമിക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വിക്കറ്റുകളൊക്കെ എടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് എടുത്തിട്ട് അങ്ങനെയുള്ള ഒരു ബോളിംഗ് ആണ് ശരിക്കും ഭയങ്കര അച്ചടക്കമുള്ള ഒരു ബോളിംഗ് ആയിരുന്നു ശരിക്കും ഇന്നലെ ചെന്നൈയുടെ ഉണ്ടായിരുന്നത്. അതിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ബോൾ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഖിൽ ഹുസൈൻ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ 100 അഹമ്മദും നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു. 4 ഓവറിൽ 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മുകേഷ് ചൗധരിയും ഓവർടൺ രണ്ടുപേരും ഓരോ വിക്കറ്റ് എടുത്തപ്പോഴും 7 മേലെ എക്കണോമിയിലാണ് പിടിച്ചിരുന്നത്. പക്ഷെ ഏറ്റവും വലിയ സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവം അൻഷുൽ കംബോജും അതുപോലെ തന്നെ നമ്മുടെ ഗുർജിത് മീതും രണ്ടുപേരും ഒരു 3-4 അടുപ്പിച്ചുള്ള ഒരു എക്കണോമിയിൽ ഓരോ വിക്കറ്റുകൾ എടുത്തത് ഭയങ്കരമായിട്ടുള്ള രസമുള്ള ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് അൻഷുൽ കംബോജിന് ഓൾറെഡി ഒരു ടോക്ക് ഉണ്ട്, അതായത് റൺസ് നല്ലോണം വിട്ടുകൊടുത്താണ് ആൾ വിക്കറ്റ് എടുക്കുന്നത്. പക്ഷെ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ റൺസ് കുറച്ച് കൊടുത്ത് ഒരു വിക്കറ്റ് അത് രണ്ടുപേരും എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവസാനത്തോട്ട് അവർ കറക്റ്റാണ് അവർ എറിയാൻ വേണ്ടിയിട്ട്, അവർ പവർ പ്ലേയിലാണെങ്കിലോ അല്ലെങ്കിൽ അവസാനത്തോട്ട് എറിയാനും പൊളിയാണ് അൻഷുൽ കംബോജ്. അതുപോലെ തന്നെ ജുഗ്മീത് സിംഗിനെയും നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് അവസാനത്തോട്ട് ബോൾ ചെയ്യാൻ വേണ്ടി CSKക്ക്. ഇന്നലത്തെ ഈ ഒരു ബിഗ് വിന്നോടുകൂടി തന്നെ CSKന്റെ കുതിച്ചു ചാട്ടാണ് ശരിക്കും ടേബിളിൽ ഉണ്ടായിരുന്നത് കേട്ടോ. 8ാം സ്ഥാനത്തുണ്ടായ CSK ഡയറക്റ്റ് 5ാം സ്ഥാനത്തോട്ട് എത്തി. ഇപ്പൊ ഏകദേശം ഒരു പ്ലേ ഓഫിന്റെ പഠിക്കലുണ്ട്, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇനിയുള്ള മാച്ചസ് ഒക്കെ നന്നായിട്ട് ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലേ ഓഫ് കയറി ഈസി ആയിട്ട് അങ്ങോട്ട് കയറാനും പറ്റുന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട നമ്മുടെ സഞ്ജു സാംസനെ കുറിച്ച് തന്നെയാണ്. കാരണം സഞ്ജു സാംസന്റെ നോക്കാണ് ശരിക്കും ചെന്നൈക്ക് ഇന്നലെ ഒരു ഗ്രേറ്റ് ഇമ്പാക്ട് കൊടുത്തത്. കാരണം ബാക്കിയുള്ളവരുടെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ടോട്ടൽ 207ന്റെ അകത്ത് 101 സഞ്ജുവിന് അടിച്ചു. അപ്പോൾ ബാക്കി 106 റൺസാണ് ബാക്കി എല്ലാ പ്ലേയേഴ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇന്നലെ സഞ്ജു ഒരു ഫോം ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 160, 140 റേഞ്ചിലെ ചിലപ്പോൾ സ്കോർ പോവുള്ളൂ. അതിന് മേലെ പോകുമെന്ന് തന്നെ ഡൗട്ടാണ്. ഈവൻ 120, 122 നിൽക്കാൻ പറ്റുന്ന ഒരു മാച്ച് ആയിരുന്നു. കാരണം അങ്ങനെയായിരുന്നു ആ ഒരു പിച്ച് ഉണ്ടായിരുന്നത്, അങ്ങനെയായിരുന്നു പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. കാരണം ഇവർ ഈ പിന്നീട് വന്ന ഓരോ ബാറ്റ്സ്മാൻമാർക്കും അടിക്കാൻ പറ്റിയത് സഞ്ജു അവിടെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടാണ്. ഓക്കെ, ഒരു സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഫോം ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ധൈര്യമായിട്ട് അടിക്കാന്നുള്ളൂ. പക്ഷെ അങ്ങനെ എല്ലാ ഒരു സ്റ്റേജ് എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ ചിലപ്പോൾ സ്കോർ അത്ര വലിയ രീതിയിൽ എത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹർദിക് പാണ്ഡ്യ ബൗളിംഗ് ചൂസ് ചെയ്തത്. കാരണം ഓക്കെ, ഇവരെ ഒരു റൺസിൽ പിടിച്ചു കെട്ടി ഈസി ആയിട്ട് ചേസ് ചെയ്യാം. അവർക്ക് അറിയാലോ അവരുടെ പിച്ചാണ്, കുറെ വർഷങ്ങളായിട്ട് അവിടെ പ്രാക്ടീസ് ഒക്കെ നടത്തുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഭവം അറിയുന്നതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ബൗൾ ചൂസ് ചെയ്തത്. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ കണക്കൂട്ടുകളൊക്കെ
തെറ്റിച്ചത് നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ്. ആ ഒരു സെഞ്ചുറി എനിക്ക് തോന്നുന്നു അപ്പുറത്തുനിന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എന്തായാലും അങ്ങനെ സഞ്ജുവും ടേബിളിൽ നമ്മുടെ ഓറഞ്ച് ക്യാപ് ടേബിളിൽ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും CSKയുടെ വൻ കംബാക്ക് എഗെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മാച്ചസിലൂടെ. ഇനി മത്സരങ്ങൾ കടുക്കുകയാണ്. അടുത്ത മാച്ചിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന അറിയില്ല. ഇന്ന് എനിക്കൊന്ന് RCB GT മാച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ചിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്നലെ മാച്ച് കണ്ടിട്ടുണ്ടാവല്ലോ, എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയ ഒരു സ്പെഷ്യൽ മൊമെന്റ്സ് എന്തായിരുന്നു നിങ്ങൾ കമന്റിൽ ഷെയർ ചെയ്യുമല്ലോ. അത്രേ ഉള്ളൂ.